റബീഉൽ അവ്വൽ 12 മദീനയിലേക്ക് കയറി വന്നു മുഹമ്മദ് മുസ്തഫ. അപ്പോഴത്തെ നിങ്ങൾ ചിന്തിക്ക്, എല്ലാവരും അവരുടെ വീടുകൾ ചമയിച്ചു വെച്ചിരുന്ന് ആ കാലഘട്ടത്തിലെ സമയങ്ങൾക്കനുസരിച്ച് എല്ലാവരും വീട് ഒരുക്കി വെച്ചിരുന്ന് എല്ലാവരും വീടിനെ അലങ്കരിച്ചിരുന്നു, എല്ലാവരും വീട് അലങ്കരിച്ചിരുന്നു. അങ്ങനെയാണ് ഓടിക്കൂടിയത്. അതാ വെയിൽ ചൂടായപ്പോൾ അവർ കാത്തുനിന്ന ആളുകൾ ഒന്നൽപ്പം മാറിയപ്പോഴാണ് ഹബീബ് വരുന്നത്. ഒരു ജൂതനാണ് ആദ്യം കണ്ടത്. ആ ജൂതൻ വിളിച്ചു പറഞ്ഞിതാ ജാഅൻ നബി മുഹമ്മദുൻ, നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് നബി വരുന്നുണ്ട്. 500ഓളം അൻസാരികൾ അതേ സമയത്ത് ഓടിക്കൂടി. 500ഓളം അൻസാരികൾ പാഞ്ഞുകിട്ട് വന്ന അൻസാരികൾ. സുബ്ഹാനല്ലാഹ്, എന്റെ ആഗ്രഹം ഒട്ടകത്തിന്റെ കഴുത്തിൽ പിടിച്ചു വലിച്ച് എല്ലാ സ്വഹാബികൾക്കും അവരെ പുരയിലേക്ക് ആ ഒട്ടകത്തെ കൊണ്ടുപോകണം. നബി എങ്ങോട്ട്? അപ്പൊ അടുത്ത പുരക്കാരൻ, അല്ല നബി എങ്ങോട്ട്, അല്ല നബി എങ്ങോട്ട്, അല്ല നബി എങ്ങോട്ട്? മദീനയുടെ അതിർത്തിയിലേക്ക് 500ഓളം അൻസാരികൾ ഓടിക്കൂടി. റളിയല്ലാഹു അൻഹും. റളിയല്ലാഹു അൻഹു വീട് വിട്ടിറങ്ങി വന്നു. എല്ലാം വീട്ടിന്റെ മുകൾ ഭാഗത്തേക്ക് കയറി നിന്നു. ചെറുപ്പക്കാരി പെണ്ണുങ്ങള് കുട്ടികളും എല്ലാവരും ഓടി വന്ന് മുത്തുനബിയെ കാണാൻ. മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായത്? ഓരോ പുരക്കാരും അവരെ വീട് ചമയിച്ചു വച്ചിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്ത്? അവര് ഒട്ടകത്തിന്റെ കഴുത്തിൽ പിടുത്തം കൂടി. ഒന്നിങ്ങോട്ട് നബിയെ, ഒന്നിങ്ങോട്ട് നബിയെ, ഒന്നിങ്ങോട്ട് നബിയെ. മുത്ത് റസൂലുള്ളാഹിന്റെ ഒട്ടകത്തെ പിടിച്ച് അവർ പിടികൂടി. അപ്പോൾ തന്റെ കയ്യിലുള്ള ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ ഒട്ടകത്തിന്റെ പെരടിയിലേക്ക് ഇട്ടു മുഹമ്മദ് മുസ്തഫ. വിട്ടേക്ക് വിട്ടേക്ക്, അതെവിടെ മുട്ടുകുത്തണം, എങ്ങോട്ട് പോകണമെന്ന് അതിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരമാവട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ബനു നജ്ജാർ കബീലയിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ അയ്യൂബിന്റെ വീട്ടുമുറ്റത്ത് മുട്ടുകുത്തി ഒട്ടകം. അപ്പോഴത്തിന് പാട്ടുകാര് വന്ന് നിറഞ്ഞ പാട്ടുപാടി. പാട്ടുപാടന്നെ പാട്ടന്നെ പാട്ട്, പാട്ട് തന്നെ പെരുമ്പാട്ട്, പാട്ട് തന്നെ പാട്ട്. ചിന്തിക്ക്. അബൂ അയ്യൂബിന്റെ വീട് മാളികപ്പുരയായിരുന്നു. താഴെ നബിയും സിദ്ദീഖും താമസിച്ച്, മുകളിൽ അബൂ അയ്യൂബും താമസിച്ച്. പടച്ചവനെ സുബ്ഹാനല്ലാഹ്, അവരാ രാത്രികളിൽ കിടന്നുറങ്ങിയില്ല. എന്തുകൊണ്ട്? ഇക്റാമൻ ബി റസൂലില്ലാഹ്. ഭാര്യ വർത്താനം പറയരുതേ, കുട്ടികൾ വർത്താനം പറയരുതേ, ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഭാര്യമാർ രാത്രി മാളികപ്പുരയിൽ കിടന്നുറങ്ങിയില്ല. എന്തേ കിടന്നുറങ്ങാഞ്ഞത്? കിടന്നാൽ അത് അല്ലാഹുവിന്റെ റസൂൽ താഴെ കിടക്കുമ്പോൾ മുകളിൽ കിടക്കൽ അദബുകേടാണെന്ന് അവർ മനസ്സിലാക്കി. അവർ കിടന്നുറങ്ങിയില്ല, അവർ ഇരുന്നുറങ്ങി. അവർ കിടന്നുറങ്ങിയില്ല. മഹബ്ബതൻ ബി റസൂലില്ലാഹ് വ ഇക്റാമൻ ബി റസൂലില്ലാഹ്. ഉറക്കെ പറ, ഇക്റാമൻ ബി റസൂലില്ലാഹ്. മുഅ്മിനെ ചിന്തിക്കണം. ഭക്ഷണമുണ്ടാക്കി ഭക്ഷണത്തളികൾ കൊണ്ടുവന്ന് വെക്കും. ഭക്ഷണത്തിന് ഹബീബായ നബിയിരിക്കും. നബിയുടെ ബേക്കിൽ വന്ന് ചാരത്തിരിക്കും മഹാനായ അബൂ അയ്യൂബ്. കൈ നീട്ടിപ്പിടിച്ച് നബിയുടെ അടുത്തിരിക്കും അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു. എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴച്ച ഭക്ഷണം അല്പം അബൂ അയ്യൂബിന് കഴിക്കണം. ഉമ്മു അയ്യൂബിന് കൊണ്ടേ കൊടുക്കുകയും സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ. അവസാനം ഹബീബായ നബി തന്നെ എന്ത് ചെയ്തു എന്നറിയോ? ഭക്ഷണത്തിന്റെ തളികയിൽ നബി ബാക്കിയാക്കൽ പതിവാക്കി. എന്തിനെ? അബൂ അയ്യൂബിന്റെ വീട്ടുകാർക്ക് നബിയുടെ ബാക്കി കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഇന്നുണ്ട് പുരയിൽ സയ്യിദമാര് വന്നാൽ സയ്യിദമാരെ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഇന്നും നമ്മൾ ആഗ്രഹിക്കും. അതൊരു അദബാണ്. ഈ അദബ് തോന്നുന്നത്, ഇത് അദബ് വരുന്നത് മദീനയിൽ നിന്നാണ്. ആര് ചെയ്തു? അൻസാരികളുടെ നേതാവായ അബൂ അയ്യൂബ് അൽ അൻസാരി. പറ, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു. ഞാൻ നീട്ടി പറയുന്നില്ല. ഇത് ചെയ്തതാരാ? ഇത് ചെയ്തത് അബൂ അയ്യൂബാണ്. അൻസാരികളുടെ നേതാവായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഒരു വെള്ളത്തിന്റെ തൊട്ടി ഉണ്ടായിരുന്നു അബൂ അയ്യൂബിന്റെ വീട്ടിന്റെ മാളികപ്പുരയിൽ. ഇവർ ഉപയോഗിക്കുന്നതിനിടയിൽ തൊട്ടി പൊട്ടിപ്പോയി. ഒരു വെള്ളത്തിന്റെ തൊട്ടി ഉണ്ടായിരുന്നു. ഒരു മരത്തിന്റെ ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു വെള്ളത്തിന്റെ തൊട്ടിപ്പാത്രം ഉണ്ടായിരുന്നു അബൂ അയ്യൂബിന്റെ വീട്ടിന്റെ മുകൾ ഭാഗത്ത്. അത് ഉപയോഗിക്കുന്നതിനിടയിൽ ആ മാളികപ്പുരയിൽ നിന്ന് അത് പൊട്ടിപ്പോയി. നിറച്ച് വെള്ളമുണ്ട്, അതത് പൊട്ടി. അപ്പോഴത്തിന് എന്ത് ചെയ്ത്? അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു
എന്ത് ചെയ്ത്? അതിശക്തമായ തണുപ്പുള്ള രാത്രിയാണ്. എന്താ ചെയ്തെന്നറിയോ? കയ്യിലാകെ ഉണ്ടായ പുതപ്പ് ഈ വെള്ളത്തിന്റെ മേലെ ഇട്ട്, ഈ കയ്യിലുണ്ടായ കമ്പിളി വെള്ളത്തിൽ ഇട്ട്. എന്തിന്? വെള്ളം പെട്ടെന്ന് പിഴിഞ്ഞെടുത്ത് കളയാൻ. ഒരു തുള്ളി മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ മേലേക്ക് വീണാൽ അതിന്റെ നഷ്ടം ദുനിയാവ് നഷ്ടപ്പെട്ടതുപോലെയാകുമെന്ന് ചിന്തിച്ചു മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി. അബൂ അയ്യൂബ് അൽ അൻസാരി നിങ്ങൾ ചിന്തിക്കുക, തൊട്ടി പൊട്ടിപ്പോയി. ഒരു മണ്ണിന്റെ തൊട്ടിപ്പാത്രം ഉണ്ടായിരുന്നു, അതിൽ നിറച്ച് വെള്ളം വെച്ചിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പൊ അതിശക്തമായ ശൈത്യമുള്ള മദീന നിങ്ങൾക്കറിയാലോ. മദീനയുടെ ശൈത്യം നിങ്ങൾക്കറിയില്ലേ? വേഗം എന്തെങ്കിലും തന്റെ കയ്യിലുള്ള ഈ കമ്പിളി നേരെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം കൊണ്ട് ഒപ്പി. പിന്നെ വെറുങ്ങലിച്ചതുപോലെ കിടന്നുറങ്ങി. അന്നത്തെ രാത്രി വിറങ്ങലിച്ചതുപോലെ. തണുപ്പിന് തണുപ്പ്, ഒരു പുതപ്പില്ല, ഉള്ള പുതപ്പ് വെള്ളത്തിലിട്ട്. എന്തിന്? റസൂലുള്ളാഹിന്റെ ദേഹത്ത് വെള്ളം വരാൻ പാടില്ല. തൊട്ടി പൊട്ടിപ്പോയി. തൊട്ടി പൊട്ടിയപ്പോ വേഗം പുതപ്പെടുത്തിട്ട് കമ്പിളി പോപ്പാൻ ഇട്ടാ പിന്നെ വെള്ളം കുടിച്ചോളൂല്ലോ കമ്പിളി. പക്ഷെ പിന്നെ എന്താണുള്ളത്? പിറ്റേ നേരം വിളിച്ച വെയിലും ഇല്ല, ഉണക്കാൻ പറ്റൂല. ദിവസങ്ങളോളം അവർക്ക് കമ്പിളി ഇല്ല, പുതപ്പില്ല. മരം കൊച്ചുന്ന തണുപ്പത്ത് പുതപ്പില്ലാതെ കഴിഞ്ഞു അബൂ അയ്യൂബ് അൽ അൻസാരിയും ഭാര്യയും. എന്തിന്? റസൂലുള്ളാഹിക്ക് ഒരു തുള്ളി വെള്ളം മേലേക്ക് വീഴാൻ പാടില്ല. റസൂലുള്ളാഹി താഴെ കിടക്കുന്നുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് മഹബ്ബത്ത് റസൂലില്ലാഹ്. ഇതിന് പ്രേമം എന്നാ പറയാ. മുഅ്മിനേ, ചിന്തിക്ക് 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 ചിന്തിക്ക്. മുഅ്മിനേ, ഞങ്ങളെ ചിന്തിക്കണം. പ്രേമം എന്നാണ് ഇതിനൊക്കെ പറയാ.